ഹലോ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമായിട്ട്. അപ്പോൾ ഒരുപാട് നാളായി ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പുളിമരത്തുമ്പോൾ ഒരുപാട് പുളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുളിമരം നട്ടതിന് ശേഷം ഈ കൊലമാണ് ഇത്രയധികം ഉണ്ടായേക്കുന്നത്. അപ്പോൾ മുന്തിരിക്കൊല കിടക്കണ പോലെയാണ് പുളി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എല്ലാം പറിച്ചെടുക്കണുണ്ട്. ഒരുപാട് കൊഴിഞ്ഞിങ്ങനെ പോയായിരുന്നു, പഴുത്തിട്ട് കൊഴിഞ്ഞല്ല പഴുത്തിട്ട് ഇങ്ങനെ വീണ് പോയായിരുന്നു. പിന്നെ അതിന് മുമ്പേ ഒക്കെ പറിച്ചെടുത്തിട്ട് ഉപ്പ് തിരുമ്മി കല്ലുപ്പ് തിരുമ്മി വെയിലത്ത് ചുണക്കി എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല വെയിലുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സീസൺ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കൊതിയാവും കറിയിലൊക്കെ ഇരുമ്പുളിയും മാങ്ങയൊക്കെ എടുത്ത് ഇടാൻ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള നേരത്ത് കറിയിലൊക്കെ ഇടാനും പിന്നെ അച്ചാറൊക്കെ ഇട്ട് വയ്ക്കാനും നന്നായിരിക്കും കേട്ടോ. ഇതുപോലെ തന്നെ മാങ്ങയും ചെയ്യാം. അപ്പോൾ എല്ലാം പുളിയും പറിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ഉണ്ടായിരുന്ന കുറേ കൊമ്പുകളൊക്കെ ഒടിച്ച് കളയുന്നുണ്ട്. അപ്പം താഴെ ഭാഗത്തല്ല, പിന്നെ അത് ഇങ്ങനെ തളിർത്ത് വന്നോളും. അപ്പം ഇത് കണ്ടില്ലേ, ഇത്രയും പുളി നല്ല രസമായിട്ട് ഇതിങ്ങനെ കിടക്കണ കാണാൻ തന്നെ. ആ ഒരു സമയത്ത് തന്നെ ഇവിടെ അടുത്ത് തന്നെ വാഴ വീണിട്ട് അതുമ്പോൾ കുഴപ്പം കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനത് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഒടിച്ചെടുത്തു കേട്ടോ. പിന്നെ സുക്കുർമാണീസിൻ്റെ ചീര ഉണ്ടായിരുന്നു, അതും പറിച്ചെടുത്തു കറിക്ക് വേണ്ടിയിട്ട്. സുക്കുർമണി എന്നിട്ട് ഈ ഒരു ചീരയ്ക്ക് പറയണേ. ഒരു ഇളം മധുരമാണ് ഈ ഒരു ചീര. ഉപ്പേരി വെച്ചാൽ പരിപ്പിട്ട് വെച്ചാലും നല്ലത്, അല്ലാതെ വെറുതെ നാളികേരം ചിരകി വെച്ചാലും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പൊങ്ങി പൊങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഒരു പ്രത്യേകത ഇന്ന് സാധാരണ ഈ ഒരു ചീര നല്ല ബലമായിട്ട് കുറ്റിയായിട്ട് അങ്ങനെ നിൽക്കാറ്, പക്ഷേ ഇതിങ്ങനെ ഒടിച്ചെടുക്കും തോറും ഇങ്ങനെ പൊങ്ങി നീണ്ടു പോവാണ്. അപ്പം ഇങ്ങനെ ഇത്രയും ചീര കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനത് കഴുകാൻ കൊണ്ടുപോവാണ്. അപ്പോൾ ചീരയൊക്കെ കഴുകി വെക്കണം, എന്നിട്ട് വേണം ഉപ്പേരി ആക്കാനായിട്ട്. അപ്പം നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ ചീര. വെച്ച് പൊടിയും മണ്ണും ഒക്കെ ഉണ്ടാവും. ആർക്കൊക്കെ ചീര ഉപ്പേരി വെച്ചത് ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ആദ്യമൊന്നും ഇഷ്ടമില്ലായിരുന്നു, പിന്നെ ഇപ്പോഴൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ പരിപ്പൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതേ ഒരു മുറം പുളി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടനും ഞാനും അച്ഛനൊക്കെ കൂടിയിട്ടായിട്ട് ഇരുമ്പുളി നന്നാക്കാതിരിക്കുകയാണ്. അപ്പോൾ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നീളത്തിലും വട്ടത്തിലൊക്കെ ആയിട്ട് അരിഞ്ഞെടുത്തു കേട്ടോ. അപ്പോൾ ആ ഒരു പുളി ആ ഒരു സെറ്റാക്കണ വീഡിയോ മാത്രമായിട്ട് ഇതിനകത്ത് ഞാൻ ചേർത്തിട്ടുള്ളൂ. നമ്മൾ ഉണക്കാൻ വെച്ചിരുന്ന ഇരുമ്പുളി ഒരുവിധമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാർക്കമുള്ളിലാണ് വെച്ചേക്കണത്. നല്ല വെയിലുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഏകദേശം ഒരു 5 ദിവസമായിട്ടുണ്ട്. അപ്പോൾ അതെ ഇരുമ്പുളി ഇങ്ങനെ കിട്ടണം, നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഉണങ്ങി കിട്ടണം. ഒന്നും കൂടി ഇന്നത്തെ വെയിൽ മുഴുവൻ കൊണ്ടുകഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ശരിക്കും റെഡിയാവും. എന്നിട്ട് ഇതൊരു ഡപ്പയിലൊക്കെ എടുത്തിട്ട് വെക്കണം. അപ്പോൾ ഇന്നത്തെ വെയിൽ മുഴുവൻ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റാവും. പിന്നെ ഒരു ഡപ്പയിലൊക്കെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുമ്പും പുളിയും മാങ്ങയൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ കറികളിലൊക്കെ ഇടാൻ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഉണ്ടല്ലേ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. കണ്ട ഇരുമ്പുളിയാന്ന് പറയേയില്ല. ഇന്നിപ്പോൾ വൈകുന്നേരം വരെ ഇതിവിടെ ഇരിക്കട്ടെ, എന്നിട്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഇന്നിപ്പോൾ വൈകിട്ട് വരെ ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ അമ്മ തുണികളൊക്കെ ഉണക്കായിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം വരെ എന്തായാലും വെയിലത്തിരിക്കട്ടെ, അപ്പോഴത്തേക്ക് റെഡിയാവും. അങ്ങനെ വൈകുന്നേരം ഇപ്പോൾ നമ്മുടെ പുളി ഉണക്കാൻ വെച്ചത് പോയിട്ട് എടുത്തിട്ട് വന്നിട്ട്. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെള്ളം ഇല്ലാണ്ട് തുടച്ച് വെച്ചൊരു പാത്രത്തിലേക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നാണ് എടുത്തേക്കണേ. അപ്പോൾ അതിനകത്തേക്ക് ഉണങ്ങിയ പുളി ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തീരെ വെള്ളം പാടില്ല, വെള്ളം ഉണ്ടായാലും ഇത് പൂക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇരുമ്പുളി ഒന്നും പറയുകയില്ല കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ള നേരത്തൊക്കെ കുറേശ്ശൊക്കെ എടുത്ത് കറികളിലൊക്കെ ഇട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളിരുന്നോളും. മാങ്ങയും ഇതുപോലെ ചെയ്യാം കേട്ടോ.